വെൽക്കം ക്ലാസ്. ഇത് നമ്മള് ക്രിമിനോളജിയിലെ ബ്ലോക്ക് നമ്പർ 3 യൂണിറ്റ് നമ്പർ 3 ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ടു ഇംപ്രിസൺമെന്റ്, പ്രൊബേഷൻ, പെരോൾ ആൻഡ് ഓപ്പൺ പ്രിസൺസ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. ഇത് നെയിംലി ഭയങ്കര ലെങ്തി യൂണിറ്റ് ആണ്, പക്ഷെ ഇതില് കാര്യങ്ങളൊക്കെ ഷോർട്ട് ആയിട്ടുള്ളതാണ്. ഇവിടെ ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ആണ്. രേഷ്മ വാസ് ഹയർഡ് ബൈ എൻ NGO ആസ് എ ഡിജിറ്റൽ trainer after her rehabilitation. Non-custodial correction methods like probation can lead to positive social reintegration. Alternatives to imprisonment helps reduce prison overcrowding and support offender rehabilitation. This alternative ensures public safety and emphasizes flexible justice approaches. So, പ്രൊബേഷൻ പോലെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഇമ്പോർട്ടന്റ് എന്നിവിടെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൊബേഷണറി നീഡ്സ് ഹൈ ആണ്. നമ്മളൊരു ജയിലിലുള്ള ഒരാളെ പുറത്തോട്ട് ഇറക്കുമ്പോൾ അയാൾക്ക് നമ്മൾ തക്കതായിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവണം. സോ അവർ അവിടെ നിന്നിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് ഈ ഒരു ലൈഫ് സിസ്റ്റം, ലൈഫിന്റെ പല കാര്യങ്ങളായിട്ട് മാനേജ് ചെയ്ത് പോവാൻ ഈസി ആയിരിക്കും എന്നുള്ളത് കൊണ്ട്, ഈസി ആവണം എന്നുള്ളത് കൊണ്ട്. ഓക്കെ, പിന്നെ പ്രൊബേഷൻ മീൻസ് ഗിവിംഗ് എ ചാൻസ് ഫോർ ഇംപ്രൂവ്മെന്റ് ബൈ സസ്പെൻഡിങ് പണിഷ്മെന്റ്. അപ്പോൾ നമ്മൾ കുറ്റങ്ങൾ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷകൾ ഒഴിവാക്കിയിട്ട് പകരം പ്രൊബേഷൻ കൊടുക്കാനാണ്, ഒരു ചാൻസ് കൊടുക്കാനാണ് പറയുന്നത്. ജോൺ ഓസ്റ്റിൻ 1941 ഇങ്ങനൊരു ടേം അല്ലെങ്കിൽ ഒരു ഫ്രേസ് കൊണ്ടുവരുന്നത്. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിമിനൽസ് ആണെങ്കിൽ കൂടി, ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിമിനൽസിന് അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു പ്രൊട്ടക്ഷനും ഒരു റിഫോമിനുള്ള ചാൻസും ആണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് 1958 ഇന്ത്യയിൽ വരുന്നത്. യങ് അഡൽട്സിനെ ഒരു ഹാർഡൻഡ് ആയിട്ടുള്ള ഹേറ്റ്രഡ്, ഉള്ളിൽ ഹേറ്റ്രഡ് നിറച്ച ക്രിമിനൽസ് ആക്കുന്നതിന് പകരം ഇവര് ഫോക്കസ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഇവരെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊരു കോൺസെപ്റ്റും സ്കോപ്പും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഓൾട്ടർനേറ്റീവ് ടു ഇംപ്രിസൺമെന്റ് എസ്പെഷ്യലി ഫോർ മൈനേഴ്സ് ആൻഡ് ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സ്, ആദ്യമായിട്ട് കുറ്റം ചെയ്യുന്ന ഒരു മൈനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്നു. ഒരു ബിഹേവിയറൽ കോൺട്രാക്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ജഡ്ജ് ഒരു പ്രൊബേഷൻ പീരീഡ് ഒക്കെ കൊടുത്തിട്ട് അതിൽ അവർ എങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കിയിട്ടാണ് പിന്നെ അവർ ഫർദർ ശിക്ഷാ നടപടികളൊക്കെ നടത്തുന്നത്. പിന്നെ ഓഫേഴ്സ് ചാൻസസ് ടു റിഫോം വൈൽ സ്റ്റേയിങ് ഇൻ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്കൊരു പ്രൊബേഷൻ പീരീഡ് കൊടുത്തിട്ടാണ്. പിന്നെ സൂപ്പർവൈസ് പ്രൊബേഷൻ ഒഫൻഡേഴ്സ് റെഗുലർലി മീറ്റ് പ്രൊബേഷൻ ഓഫീസേഴ്സ് ആൻഡ് ഫോളോ ജഡ്ജസ് കണ്ടീഷൻസ്. അപ്പോൾ പ്രൊബേഷൻ ഓഫീസറെ മീറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടാവും, അത് ചെയ്ത് പ്രൊബേഷൻ ഓഫീസറെ മീറ്റ് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ജഡ്ജ് ഓൾറെഡി കുറെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടാവും, അതിന്റെ ഒരു അടിസ്ഥാനത്തില്. പിന്നെ അൺസൂപ്പർവൈസ്ഡ് പ്രൊബേഷൻ ഉണ്ട്. ഒഫൻഡേഴ്സ് ഡസൻ നീഡ് ടു മീറ്റ് എ പ്രൊബേഷൻ ഓഫീസർ. ഒരു പ്രൊബേഷൻ ഓഫീസർ ഈ ഒഫൻഡർ കാണണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ കോർട്ട് ബിലീവ്സ് ദ ഒഫൻഡർ ഹാസ് ലേൺഡ് എ ലെസൺ ആൻഡ് ക്യാൻ സെൽഫ് കറക്റ്റ്. അപ്പോൾ ഈ കോടതി അവർ വെറുതെ വിടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അവർക്ക് ഒരു തെറ്റ് മനസ്സിലായി എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ്. ഇനി ഒരു ആൾക്ക് പ്രൊബേഷൻ കൊടുക്കാനുള്ള കുറച്ച് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഡെത്ത് പണിഷ്മെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതായത് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതോ അല്ലെങ്കിൽ ജീവപര്യന്തം അനുഭവിക്കേണ്ട രീതിയിലുള്ള തെറ്റുകളെല്ലാം അവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊബേഷൻ പീരീഡ് കൊടുക്കാൻ കഴിയും. കോർട്ട് അവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്ത് സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരൊരു കുറ്റം ചെയ്തത്, അല്ലെങ്കിൽ ഇത് ചെയ്ത ആളുടെ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു നേച്ചർ എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട്. പിന്നെ 3 കൊല്ലമാണ് മാക്സിമം പ്രൊബേഷൻ പീരീഡ്. മിനിമം പ്രൊബേഷൻ പീരീഡ് വരുന്നത് 1 കൊല്ലത്തിന്റെയാണ്. മാൻഡേറ്ററി നിർബന്ധമുള്ള കുറച്ച് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കോടതി എപ്പോ വിളിച്ചാലും വരണം. പിന്നെ നല്ല സ്വഭാവത്തിലും നല്ല സമാധാനത്തിലും മുന്നോട്ട് അവരുടെ ലൈഫ് കൊണ്ടുപോകണം. പിന്നെ ജഡ്ജിന്റെ എല്ലാ സെറ്റ് ഓഫ് കണ്ടീഷൻസും അവരെന്ത് ചെയ്യണം, അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ അവർക്കുള്ള സോഷ്യൽ ആൻഡ് ലീഗൽ ഡ്യൂട്ടീസ് ഉണ്ട്, അത് അവർ ഫോളോ ചെയ്യണം. ഡ്രഗ്സ്, ആൽക്കഹോൾ മുതലായവ ഒഴിവാക്കണം. എവിടെയെങ്കിലും ഒരു പറഞ്ഞ സമയത്തിനുള്ള ഒരു ജോലി നേടിയിട്ടുണ്ടാവണം. സ്പെസിഫിക് നെയിംസ്, അവോയ്ഡ് സ്പെസിഫിക് പീപ്പിൾ നെയിംഡ് ബൈ കോർട്ട്. അപ്പോൾ കോടതി അവരോട് കാണരുത് അല്ലെങ്കിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ ഉണ്ടാവും, അവരെ പരമാവധി ഒഴിവാക്കി നിർത്തുകയും വേണം. ഈ പരോൾ എന്താണെന്നാണ്, കണ്ടീഷണൽ റിലീസ് ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് റീഇന്റഗ്രേഷൻ. പരോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലാവധി, നിശ്ചയിക്കപ്പെട്ട കാലാവധിയിൽ അവരെ പുറത്തോട്ട് വിടുക എന്നുള്ളതാണ്. അത് റീഹാബിലിറ്റേഷനും റീഇന്റഗ്രേഷനും ഹെൽപ്പ് ചെയ്യും. ഫൈനൽ സ്റ്റേജ് ഓഫ് കറക്ഷണൽ പ്രോസസ്സസ് ആഫ്റ്റർ പ്രൊബേഷൻ.
പ്രൊബേഷന്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ പരോളിനെ കാണുന്നത്. ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തതിന്റെ തന്നെ ഫൈനൽ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ പ്രൊബേഷനെ കാണുന്നത്, പരോളിനെ കാണുന്നത്. നീഡഡ് ബിക്കോസ് പ്രിസൺ ലൈഫ് ഈസ് റിജിഡ് ആൻഡ് ഡസന്റ് ഹെൽപ്പ് റീഹാബിലിറ്റേഷൻ. അപ്പോൾ അവർക്ക് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പരിപാടി നടക്കണമെങ്കിൽ എന്തുണ്ടാവണം? പരോൾ കിട്ടണം. കാരണം നമ്മൾ ഈ ഒരു പ്രസന്റുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാഠിന്യമുള്ളതാണ്. അപ്പൊ എപ്പോഴും ഒരു റഫ് സിറ്റുവേഷൻ ആയിരിക്കും ലൈഫിൽ ഉണ്ടാവുക. ഒരുപാട് റഫായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. അതിൽ നിന്നും ഒന്ന് മെച്ചപ്പെട്ട് വരാൻ ഒരു പരോൾ അവർക്ക് വേണം. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടൈപ്സ്, പല ടൈപ്പുകളും അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. പർപ്പസ് ഓഫ് പരോൾ, പരോൾ കൊടുക്കുന്നതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് പ്രിസണേഴ്സ് റിഫോം ആൻഡ് റീഷേപ്പ് ലൈഫ്, ജീവിതത്തിന് തിരിച്ചു കൊണ്ടുവരാനും പ്രിസണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനാണ്. എനേബിൾസ് മെയിൻറ്റെയിനിങ് ഫാമിലി ബോണ്ട്സ്, കുടുംബക്കാരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ഇടയിലുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഓഫേഴ്സ് ലിമിറ്റഡ് ഫ്രീഡം ഡ്യൂറിങ് സെന്റൻസ് പീരീഡ്, അപ്പോൾ ഒരു ലിമിറ്റഡ് ഫ്രീഡം കൊടുത്താൽ അവരത് എങ്ങനെ യൂസ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. കസ്റ്റഡി പരോൾ ഉണ്ട്, റെഗുലർ പരോൾ ഉണ്ട്. കസ്റ്റഡി പരോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസിയിൽ കൊടുക്കുന്നതാണ്, 14 ദിവസമാണ് കൊടുക്കുക. ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകളും പിന്നെ മറ്റേ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആളുകൾക്കും ഇത് കൊടുക്കാൻ കഴിയില്ല. റെഗുലർ പരോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 കൊല്ലം അവര് ജയിലില് കിടന്നിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് 1 മാസം പരോള് കിട്ടും. കല്യാണം, മരണം, വയ്യാത്തൊരവസ്ഥ, കുട്ടിയുടെ ജനനം, അങ്ങനത്തെ കാര്യങ്ങള്, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ 1 മാസത്തെ പരോള് കിട്ടുക. പിന്നെ ഇതിന്റെ കണ്ടീഷൻ ആണ് ജയിലിൽ നല്ല രീതിയിലായിരിക്കണം. നോ ക്രൈം ഡ്യൂറിങ് പ്രീവിയസ് പരോൾ, കഴിഞ്ഞ പരോളിന്റെ സമയത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവണം. പരോളിന്റെ സമയത്ത് പോലീസുകാർ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഇന്ത്യ ഫോളോസ് ഇംഗ്ലീഷ് ലോ ബേസ്ഡ് പരോൾ സിസ്റ്റം, ഇംഗ്ലീഷ് ലോന്റെ ബേസിസിലുള്ള പരോൾ സിസ്റ്റമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. സെൻട്രൽ ലോസ് അല്ല പരോളിനെ ഗവേൺ ചെയ്യുന്നത്, സ്റ്റേറ്റ് ബേസ്ഡ് ലോസ് ആയിരിക്കും, ഇൻഡിവിജ്വൽ റൂൾസ് ആണ്. പരോൾ ഗവേൺഡ് ബൈ പരോൾ ഗവേൺ ചെയ്യുന്നത് പ്രിസൺസ് ആക്ട് 1894ഉം പ്രിസണേഴ്സ് ആക്ട് 1900ഉം ഭാരതീയ ന്യായ സംഹിത. പിന്നെ പരോൾ ഇസ് നോട്ട് റൈറ്റ് ഇൻ ഇന്ത്യ ബട്ട് എ ഡിസ്റ്റിങ്ഷണറി പ്രിവിലേജ്. അപ്പൊ പരോൾ എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമല്ല, പക്ഷെ അവർക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമായിട്ടാണ്, അവർക്ക് കിട്ടുന്ന ഒരു ഔദാര്യമായിട്ടാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഇനി പരോള് ആർക്കൊക്കെ അനുവദിക്കാൻ പറ്റില്ല, ഇനി പരോള് കിട്ടാത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസണിലുള്ള നിയമ നടപടികൾ ലംഘിക്കുന്ന ആളുകൾ, പിന്നെ കമ്മിറ്റിംഗ് സ്റ്റേറ്റ് ക്രൈംസ്, സംസ്ഥാനത്തിന് ഒരു ഹാം വരുന്ന, ഒരു പ്രശ്നം വരുന്ന കുറ്റങ്ങൾ ചെയ്ത ആളുകള്, പിന്നെ നാഷണൽ സെക്യൂരിറ്റി റിസ്ക് ഉള്ള ചില ആളുകൾ നാഷണൽ ലെവൽ സെക്യൂരിറ്റിക്ക് റിസ്ക് ആണ്, അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകൾക്ക് പരോള് കൊടുക്കാൻ പറ്റില്ല. ഒരു മർഡർ ആഫ്റ്റർ ഒരാളെ റേപ്പ് ചെയ്തിട്ട് മർഡർ ചെയ്താൽ അവർക്ക് പരോള് കിട്ടില്ല. കുട്ടികളെ റേപ്പ് ചെയ്ത ആൾക്ക് പരോള് കിട്ടില്ല. പല മരണങ്ങൾ അല്ലെങ്കിൽ മേർഡേഴ്സ് നടത്തിയ ആളുകൾക്ക് എന്തില്ല, പരോള് കിട്ടില്ല. ഒരിക്കൽ ജയിൽ ചാടിയ ആളുകൾക്ക് പരോള് കിട്ടില്ല. പിന്നെ പ്രൊബേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് പറയുന്നത്. സൂപ്പർവൈസ്ഡ് ഉണ്ട്, നോൺ സൂപ്പർവൈസ്ഡ് ഉണ്ട്, കണ്ടീഷൻസ് പറയുന്നു. മാൻഡേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് അറ്റൻഡൻസ് ഉണ്ടാവും, ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം, പറഞ്ഞ സമയത്ത് ജോലി വാങ്ങാം. പ്രൊബേഷനും പരോളും തമ്മിലുള്ള വ്യത്യാസം, പ്രൊബേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ആളുകൾക്കും പിന്നെ അതിന്റെ ഒക്കെ പുതിയതാണ്, അവർക്കൊരു ന്യൂ ചാൻസ് കിട്ടുന്നത്. പരോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ആളുകൾക്ക് മാറാനുള്ള ഒരു അവസരമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഓപ്പൺ പ്രിസൺസ് എന്താണ്? ഇതിന്റെ ഇവിടെ അടിയിലുള്ളതൊക്കെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞൊരു ഷോർട്ട് വേർഷൻ ആണ് കേട്ടോ, അതാണ് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓപ്പൺ പ്രിസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം സെക്യൂരിറ്റി പ്രിസൺസ് വിത്ത് മോർ ഫ്രീഡം, ഒരുപാട് ഫ്രീഡം ഉള്ള മിനിമം സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പ്രിസൺസ് ആണ് അഗ്രികൾച്ചറൽ പബ്ലിക് സർവീസുകളിലുള്ളത്. ഇത് അധികം ഓവർ ക്രൗഡഡ് അല്ല, തിരക്ക് കുറഞ്ഞ രീതിയിലായിരിക്കും. റിവാർഡ് നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ അവർക്ക് റിവാർഡ് കിട്ടും. ട്രെയിൻ ഇൻ സ്കിൽസ് ആൻഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സ്കിൽസ് ഉണ്ടാവും. ഫാമിലിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടുന്നതായിരിക്കും. ഇനി ഓപ്പൺ പ്രിസണേഴ്സ് ആരൊക്കെയാണ്? ഓപ്പൺ പ്രിസണിലുള്ള അല്ലെങ്കിൽ അവിടേക്ക് പോകാൻ അവകാശമുള്ളവർ ആരൊക്കെയാണ്? പ്രിസൺ റൂൾസ് പാലിക്കുന്ന ആളുകള്,
1/4 ഓഫ് ദ സെന്റൻസ് ഓഫ് 1+ ഇയർ. ഒരു കൊല്ലം അല്ലെങ്കിൽ 1.25 കൊല്ലം അവര് ജോലി സോറി 1.25 കൊല്ലം അവര് പ്രിസണിൽ സെർവ് ചെയ്തിട്ടുണ്ടാവണം. പ്രിസണിൽ ജയിലിൽ ഉണ്ടാവണം. ജയിലിൽ നല്ല സ്വഭാവമുള്ളവര്, 21 to 55ന്റെ ഇടയിൽ പ്രായമുള്ള ആളുകള്, പിന്നെ സീരിയസ് ആയിട്ടുള്ള ക്രൈമുകളൊന്നും നടത്താത്ത ആളുകൾ, അല്ലെ വൻ കുറ്റം നടത്തിയവർക്കൊന്നും ഓപ്പൺ പ്രിസണിലേക്ക് പോകാൻ പറ്റില്ല. നോ പെൻഡിങ് കോർട്ട് കേസസ്, അവരുടെ പേരിൽ കോടതിയിൽ കേസുകൾ നടത്തിയവർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. നോട്ട് ഹാബിച്വൽ ഒഫൻഡേഴ്സ്, സ്ഥിരമായിട്ട് ഓരോ കുറ്റങ്ങൾ നടത്തി വരുന്ന ആളുകൾക്ക് പോകാൻ പറ്റില്ല. നോട്ട് ക്ലാസ് 1 ഓർ വുമൺ പ്രിസണേഴ്സ്, ക്ലാസ് 1 വുമൻസ് ആയിട്ടുള്ള പ്രിസണേഴ്സിനോ പറ്റില്ല. ടൈപ്സ് ഓഫ് ഓപ്പൺ പ്രിസൺ. ഇനി ഏതൊക്കെ രീതിയിലുള്ള ഓപ്പൺ പ്രിസൺസ് ഉണ്ട്? സെമി ഓപ്പൺ ട്രെയിനിങ് ഉണ്ട്. റെഗുലർ പ്രിസൺസിന്റെ റെഗുലർ സാധാരണ ഒരു പ്രിസൺ പോലെ തന്നെ ആയിരിക്കും. പക്ഷെ നല്ല സ്വഭാവം കാണിക്കുന്ന ആളുകൾക്ക്, ഫോർ ഇൻമേറ്റ്സ് ഷോയിങ് ഗുഡ് റിഫോർമേഷൻ, നല്ല മാറ്റങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന ആളുകൾക്ക് സെമി ഓപ്പൺ ട്രെയിനിങ് ഉണ്ടാവും. വർക്ക് ക്യാമ്പ്സ് ഉണ്ടാവും. പബ്ലിക് സർവീസസും സ്കിൽ ട്രെയിനിങ്ങും കൊടുക്കും അവർക്ക്. പിന്നെ ഓപ്പൺ കോളനീസ് ഉണ്ടാവും. ഫാമിലി അലൗഡ് ഇൻമേറ്റ്സ് വർക്ക് ഇൻ അഗ്രികൾച്ചർ, വേജസ് ആൻഡ് റെഗുലർ ടു ഔട്ട്സൈഡ്, ഫ്രീഡം ഫോർ എഡ്യൂക്കേഷൻ, കൾച്ചർ ആൻഡ് റിക്രിയേഷൻ ആക്ടിവിറ്റീസ്, ഫുൾ ഹ്യൂമൻ റൈറ്റ്സ് വിത്ത് ലിമിറ്റ്സ്. അപ്പോ ഓപ്പൺ കോളനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തോടൊക്കെ ഒരു ചെറിയ സ്ഥലത്ത് താമസിക്കാനും അവിടെ ജോലി ചെയ്ത്, കൃഷിയായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക, കൃഷിയൊക്കെ ചെയ്ത് ദിവസക്കൂലി വാങ്ങി അവർക്ക് ഒരുപാട് ഫ്രീഡം കാര്യങ്ങളൊന്നും ഉണ്ടാവും. ബേസിക് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. പിന്നെ ഇവര് എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രൂപ്പായിരിക്കും, ചെറിയ രീതിയിലുള്ള സൂപ്പർവിഷനെ നടക്കുന്നുണ്ടാവുള്ളൂ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിൽഡ് ചെയ്യും. ഓഫേഴ്സ് ട്രെയിനിങ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് വൊക്കേഷൻസ്, അഗ്രികൾച്ചറിലും വൊക്കേഷനിലും ട്രെയിനിങ് കൊടുക്കും. ഇനി ഓപ്പൺ പ്രിസന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതുകൊണ്ടുള്ള ഉപകാരം എന്താണ്? ജയിലിൽ ആൾക്കാർ തിങ്ങി നിറയുന്നത് കുറയും. അത് കൺസ്ട്രക്ട് ചെയ്യാൻ, പണിയാൻ എളുപ്പമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചെലവും ചുരുങ്ങിയ ചെലവാണ് ഉണ്ടാവുക. ഫിസിക്കൽ മെന്റൽ ഫിറ്റ്നസിന് ഹെൽപ്പ് ചെയ്യും. കൺസേർവ്സ് നാച്ചുറൽ റിസോഴ്സുകൾ കൺസേർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സൈക്കോളജിക്കൽ പ്രഷർ കുറയ്ക്കും. ഇൻമേറ്റ്സിന്റെ കോൺഫിഡൻസ് കൂട്ടും ചെയ്യും. ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് മെയിൻ ആയിട്ട് ജോലി ചെയ്യാം, സമ്പാദിക്കാൻ, കുടുംബം നോക്കാൻ കഴിയും. നല്ല ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം കിട്ടും. പിന്നെ അവരെന്ത് ചെയ്താലും അതൊരാൾ സൂപ്പർവിഷനിലായിരിക്കുമല്ലോ. പിന്നെ ആവശ്യമില്ലാത്ത തടങ്കലുകളൊക്കെ ഒന്നും ഒഴിവാക്കാൻ കഴിയും. ആഫ്റ്റർ കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ, റീഇന്റഗ്രേഷൻ ഇൻമേറ്റ്സ് ആസ് പ്രൊഡക്റ്റീവ് സിറ്റിസൺസ്, അവരെ പിന്നെ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുള്ള ആളുകളായിട്ടാണ് കൺസിഡർ ചെയ്യുക. സോഷ്യൽ എക്കണോമിക് ആൻഡ് സൈക്കോളജിക്കൽ ഇന്റഗ്രേഷൻ കൊടുക്കുക. ഇനി ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഇന്ത്യ ഓർഗനൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആഫ്റ്റർ കേസ് ഫ്രം 1877. അപ്പോ ഒരു കേസ് നടന്നതിന് ശേഷം ഉള്ള അവരെങ്ങനത്തെയാണ് അവരുടെ ലൈഫ് എങ്ങനെ പോകേണ്ടത് എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ആദ്യമൊക്കെ ഇതിന് എഫേർട്ട് ഉണ്ടായിരുന്നത് സൊസൈറ്റീസ് ഇൻ UP, ബംഗാൾ, ബോംബെ ഒക്കെയാണ്. ഫെയിൽ ഡ്യൂ ടു ലാക്ക് ഓഫ് ഗവൺമെന്റ് സപ്പോർട്ട്. അപ്പോ ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് തകർച്ച വന്നതിന് കുറച്ച് കാരണങ്ങളാണ്. ഗവൺമെന്റിന്റെ അത്യാവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥ. 1954 സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് സെറ്റപ്പ് ബൈ അഡ്വൈസറി കമ്മിറ്റി, പ്രൊഫസർ MS ഗോരെ തുടങ്ങിയിട്ടുള്ളതുണ്ടായിരുന്നു. 1954 ആഫ്റ്റർ കെയർ ഹോംസ് ഉണ്ട്, വെൽഫെയർ സ്കീമുകളും ഒരു 5-year പ്ലാൻ, പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഡെസ്പൈറ്റ് പ്രോഗ്രസ്, ഇഷ്യൂസ് റിമെയിൻ, പുവർ ഫണ്ടിങ്, ഔട്ട്ഡേറ്റഡ് ട്രെയിനിങ്, ലാക്ക് ഓഫ് കോർഡിനേഷൻ ആൻഡ് പബ്ലിക് അവയർനെസ്. അപ്പൊ അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത്യാവശ്യം വേണ്ട ഫണ്ടും കിട്ടിയില്ല. ആ ട്രെയിനിങ് പ്രോഗ്രാംസ് ഔട്ട്ഡേറ്റഡ് ആയി. കോർഡിനേഷനും കുറവാണ്. ജനങ്ങളിൽ ഇത് എത്തിയില്ല. പിന്നെ എൻഹാൻസിങ് ആഫ്റ്റർ കെയർ ആൻഡ് റീഹാബ്, നീഡ് ഫോർ സ്ട്രക്ചേർഡ് ആൻഡ് ഒഫീഷ്യൽ സിസ്റ്റംസ്. Many inmates come from farming backgrounds and can reintegrate with support and counseling. അപ്പോ ഒരു ഫാമിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരുപാട് ഇൻമേറ്റ്സ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ടും കൗൺസിലിംഗ് കൊടുത്ത് അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. റീഹാബിലിറ്റേഷൻ ഹാസ് ബി എ ഫോക്കസ് സിൻസ് 1919. 1919 മുതൽ ഈ പുനരധിവാസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ഇന്ത്യ നീഡ്സ് എ ഡെഡിക്കേറ്റഡ് നാഷണൽ മെക്കാനിസം ലൈക്ക് ജപ്പാൻസ് റീഹാബിലിറ്റേഷൻ ബ്യൂറോ. ജപ്പാന്റെ റീഹാബിലിറ്റേഷൻ ബ്യൂറോ പോലത്തെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്യൂറോ ഇന്ത്യയിൽ കൊണ്ടുവരുന്നെന്നാണ് പറയുന്നത്.
Community involvement is crucial, such as through participation in prison programs, media support, NGOs, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസും മീഡിയാസും ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആവണം. 1958 പ്രൊബേഷൻ സർവീസ് അണ്ടർ ദി പ്രൊബേഷൻ സർവീസസ് ആക്ട് പ്രകാരം പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവയർനെസ് കിട്ടാത്ത, ബോധവൽക്കരണം ഇല്ലാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജുവനൈൽ റീഹാബിലിറ്റേഷൻ മസ്റ്റ് ബി കോർ സർവീസ്. അപ്പോൾ ജുവനൈൽ ഹോമുകളിലുള്ള കുട്ടികളുടെ റീഹാബിലിറ്റേഷൻ ഒരു കോർ സർവീസ് ആയിട്ട് മാറണം എന്നാണ് പറയുന്നത്. ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രെയിൻഡ് ഓഫീസേഴ്സ് ആർ നീഡഡ്. നല്ല ഇൻഫ്രാസ്ട്രക്ചറും അതിനനുസരിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഇവിടെ നിർബന്ധമാണ്. ആഫ്റ്റർ കേസ് സർവീസസ് ആർ അണ്ടർ ഫണ്ടഡ് ആൻഡ് ഫ്രാഗ്മെന്റഡ്. അപ്പോ ഈ ആഫ്റ്റർ കേസ് സർവീസ് ഉണ്ടല്ലോ, കേസ് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കിട്ടുന്ന സർവീസിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫണ്ടിങ്ങോ ഒന്നുമില്ല. പിന്നെ അതിങ്ങനെ ചിന്നി ചിതറി കെടുക്കുകയാണ്. ഇതിന് പ്രോപ്പർ സിസ്റ്റം ഇല്ല, കോർഡിനേറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഈ ആഫ്റ്റർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് അവസാനിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആളുകൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ അതിനൊരു പ്രോപ്പർ സിസ്റ്റം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഈ വിക്ടിമോളജി പെർസ്പെക്റ്റീവ്, പ്രൈമറി വിക്ടിമൈസേഷൻ, ഡയറക്ട് ഹാം ഫോർ എ ക്രൈം, ഫിസിക്കൽ, ഇമോഷണൽ, ഫിനാൻഷ്യൽ. അപ്പൊ ഈ വിക്ടിമോളജി പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രിസണറിനെ പറ്റിയിട്ടാണ് കുറെ പറയുന്നത്, കുറ്റം ചെയ്ത ആളെ പറ്റി. അതിന് വിധേയമായ ആളുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പറയുന്നത്. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഫിസിക്കൽ, ഇമോഷണൽ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രഗിൾസ്, അതിനുള്ള ബുദ്ധിമുട്ടുകൾ. അഡീഷണൽ ഹാർംഫുൾ സിസ്റ്റം റെസ്പോൺസ്. അപ്പോ പോലീസ് മിസ്ട്രീറ്റ്മെന്റ്, പോലീസിന്റെ വകയുള്ള മിസ്ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ കോർട്ട് കേസുകൾ, കോർട്ടിൽ അവരുടെ കേസ് വിധി വരാനുള്ള നേരം വൈകിയിട്ടുള്ള ഒരവസ്ഥ വരുമല്ലോ, അല്ലെങ്കിൽ വിധി വരാനുള്ള ടൈം എടുക്കുന്നതിനനുസരിച്ച് അവർക്ക് ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളാണ്. പിന്നെ ബോത്ത് ഫോംസ് മസ്റ്റ് ബി അഡ്രസ്ഡ് ടു സപ്പോർട്ട് വിക്ടിംസ് റിക്കവറി ത്രൂ കെയർ, ലീഗൽ എയ്ഡ് ആൻഡ് എംപതി. അവർക്ക് അത്യാവശ്യം വേണ്ട കെയറും ലീഗൽ ആയിട്ടുള്ള എയ്ഡും എംപതിയും കൊടുത്ത് അവർ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ പ്രൊബേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ പ്രൊബേഷൻസ് ഓഫ് ഒഫൻഡേഴ്സ് 1958 ആക്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹെയ്റ്റ് ദ സിൻ നോട്ട് ദ സിന്നർ. ചെയ്ത കുറ്റത്തെയാണ് നമ്മൾ വെറുക്കേണ്ടത്, കുറ്റം ചെയ്ത ആളെ അല്ല വെറുക്കേണ്ടതെന്നാണ്. പിന്നെ ഈ ഒരു പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് 1958 പ്രകാരം ഹെൽപ്സ് റിഫോം മൈനർ ഒഫൻഡേഴ്സ് വിത്തൗട്ട് എക്സ്പോസിംഗ് ദം ടു ഹാർഡൻഡ് ക്രിമിനൽസ്. അപ്പോ ചെറിയ ഒഫൻസ് ചെയ്ത ആളുകൾ, ചെറിയ കുറ്റങ്ങൾ ചെയ്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാതെ ഭയങ്കര മോശമായ ഒരു ലോകത്തേക്ക് നമ്മൾ അവരെ തള്ളിവിടാണ്ടിരിക്കണം എന്നാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.